വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തുള്ളൂ. 1600 രൂപ പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്നലെ ബാങ്ക് അക്കൗണ്ടിലാണ് ആദ്യ വിതരണം ഉച്ചയോടുകൂടി ആരംഭിച്ചത്. ഇനിയും എത്തിച്ചേരാൻ ബാക്കിയുള്ളവർക്ക് ഇന്ന് വരില്ല. നാളെയാണ് വിതരണം ആരംഭിക്കുക. കാരണം ഇന്ന് പൊതു അവധിയാണ്. ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വിതരണം ബാങ്കിൽ ആരംഭിക്കുള്ളൂ. ചൊവ്വാഴ്ചയാണ് വീടുകളിൽ പെൻഷൻ കൈമാറുള്ളൂ. സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. 25-ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാകും. 25-ാം തീയതി മസ്റ്ററിങ് ചെയ്യേണ്ട ഡേറ്റ് ആരംഭിക്കുകയാണ്. എല്ലാവരും പോയി മസ്റ്റർ ചെയ്യുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്. മസ്റ്ററിങ് ചെയ്യുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമായി കൊണ്ടുപോകണം. എന്നിട്ടും കൈരേഖകൾ സമർപ്പിക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ വേതനം 30 രൂപ അക്ഷയ കേന്ദ്ര 30 രൂപ വേതനം കൊടുക്കണം. പിന്നെ കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നടപടി പൂർത്തിയാകുമ്പോൾ പിന്നീട് 1 മാസം കിടപ്പ് രോഗികൾ വീടുകളിലെത്തി അക്ഷയ കേന്ദ്ര ഉദ്യോഗസ്ഥർ മസ്റ്ററിങ് ചെയ്യുന്നതാണ്. ഇതിന് 50 രൂപയും വേതനം നൽകണം. മുൻകൂട്ടി നിങ്ങൾ പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ അറിയിക്കണം. ഇങ്ങനെ രോഗികളുണ്ട്, വീട്ടിൽ വരണം എന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ മതി. അവർ വന്ന് മസ്റ്ററിങ് ചെയ്ത് എല്ലാ നടപടിയും പൂർത്തിയാക്കി അടുത്ത മാസം തൊട്ട് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് ഓഗസ്റ്റ് 4 വരെ ഉണ്ട് ഈ മസ്റ്ററിങ് കാലാവധി. അതിനുള്ളിൽ ചെയ്യുന്നവർക്ക് പിന്നീട് പെൻഷൻ മുടങ്ങാതെ ലഭിക്കും. അതുവരെ ഇപ്പോൾ താൽക്കാലികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെ കിട്ടും. ജൂലൈ 4 കഴിഞ്ഞാൽ പിന്നെ മസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പെൻഷൻ അടുത്ത മാസം തൊട്ട് കിട്ടുള്ളൂ, കുടിശ്ശിക അടക്കം. അതെല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ മസ്റ്ററിങ് എല്ലാ മാസം 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ടൈമിൽ മസ്റ്ററിങ് ചെയ്യാനുള്ള കാലാവധിയുണ്ട്. അതിനുള്ളിൽ പോയി ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.